നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ചില പുതിയ പടക്കുതിരകളെ രംഗത്തിറക്കും എന്ന സൂചന ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം BJP വലിയ തോതിൽ CPM കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിക്കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കുകയും തങ്ങൾക്ക് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും വേണം എന്നതാണ് CPMന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ആ സീറ്റുകൾ നിലനിർത്താൻ പറ്റിയ പടക്കുതിരകൾ തന്നെ വേണം പാർട്ടിക്ക് സ്ഥാനാർത്ഥികളായി എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ പ്രതിച്ഛായയുള്ള ചില നേതാക്കളെ രംഗത്തിറക്കാനാണത്രേ ഇപ്പോൾ CPM ആലോചിക്കുന്നത്. അതിലൊന്നാണ് കായംകുളം മണ്ഡലം. കഴിഞ്ഞ 2 തവണയായി പ്രതിഭാഹരി, CPMലെ പ്രതിഭാഹരിയാണ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പ്രതിഭാഹരി 2016ലും 2021ലും ആ മണ്ഡലം CPMന് വേണ്ടി നിലനിർത്തി. എന്നാൽ ഇപ്പോൾ പ്രതിഭാഹരിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ചില രോഷങ്ങൾ ഉയർന്നു വരികയാണ്, ചില അസംതൃപ്തികൾ ഉരുണ്ടുകൂടുകയാണ്. പാർട്ടി നേതൃത്വവും പ്രതിഭാഹരിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. അതുകൊണ്ട് ഇത്തവണ പ്രതിഭാഹരിയെ കായംകുളത്ത് സ്ഥാനാർത്ഥിയാക്കണ്ട എന്നാണ് CPMന്റെ തീരുമാനമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അവരുടെ മകൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മകൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉയർന്നു വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്നും അതോടൊപ്പം തന്നെ ചില കോളേജുകളിലൂടെ അത്തരം ചില അഡ്മിഷൻ്റെ കാര്യം ഇതിലൊക്കെ SFI നേതാക്കളടക്കം ആരോപണ വിധേയരായി നിന്നതുമെല്ലാം കായംകുളത്ത് പാർട്ടിയെ വളരെ മോശം പ്രതിച്ഛായയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രതിഭാഹരിക്ക് പകരം CS സുജാതയെ കായംകുളത്ത് CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണത്രേ ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. CS സുജാത നേരത്തെ മാവേലിക്കരയിൽ നിന്നുള്ള MP ആയിരുന്നു. വളരെ മികച്ച പ്രതിച്ഛായയും സംഘടനാ പാരമ്പര്യവുമുള്ള നേതാവാണ് CS സുജാതയെ കായംകുളത്ത് നിർത്തിയാൽ കായംകുളം സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണത്രേ CPMനുള്ളത്. കാരണം പ്രതിഭാഹരിക്കെതിരെയുള്ള നെഗറ്റീവുകളൊന്നും ഈ പറയുന്ന CS സുജാതയ്ക്ക് എതിരെയില്ല. പാർട്ടിയിൽ വളരെ താഴെത്തട്ടിൽ നിന്നും SFIയിലൂടെയും യുവജന സംഘടനകളിലൊക്കെ വളർന്നു വന്നൊരു സഖാവാണ് CS സുജാത എന്നുള്ളത് കൊണ്ട് അവർ നിന്നാൽ കായംകുളം സീറ്റ് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം പാർട്ടിക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പല CPM നേതാക്കളുടെയും CPM ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെയും പേരുകളൊക്കെ ഉയർന്നു വന്നെങ്കിലും CPM സംസ്ഥാന നേതൃത്വം കരുതുന്നത് CS സുജാതയെ പോലൊരു നേതാവിനെ കായംകുളത്ത് നിർത്തിയാൽ ആ സീറ്റ് ഉറപ്പായും നിലനിർത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഏതായാലും പ്രതിഭാഹരിക്ക് സീറ്റ് കൊടുക്കുക അത്ര സുഖകരമല്ല. കാരണം അവരുടെ പ്രതിച്ഛായ വളരെ മോശമാണ്. പാർട്ടി നേതൃത്വം അവർ തമ്മിലുള്ള വഴക്ക് ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ പാർട്ടി വോട്ടുകളെല്ലാം CS സുജാതയ്ക്ക് ലഭിക്കുമെന്നും അതുകൊണ്ട് പ്രതിഭാഹരിയെ മാറ്റി നിർത്തി സുജാതയെ കായംകുളത്തെ CPM സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നാൽ ആ സീറ്റ് ഉറപ്പായി നിലനിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് CPM നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതുപോലെ വർക്കലയിൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ജോയിയെ മാറ്റി നിർത്തി അവിടെ A.A. റഹീം MPയെ ഇപ്പോഴത്തെ രാജ്യസഭാംഗവും DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ A.A. റഹീമിനെ നിർത്തിയാൽ വർക്കല സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം CPMനുണ്ട്. കാരണം വർക്കലയിൽ ന്യായമായ രീതിയിൽ മുസ്ലിം വോട്ടുകളുണ്ട്. അലി ഹസനെ പോലുള്ളൊരു മുസ്ലിം CPM നേതാവ് അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ പണ്ട് ജയിച്ചതാണ്. അതുകൊണ്ട് BJPയുടെ കടന്നുകയറ്റം വളരെ രൂക്ഷമായിരിക്കുന്ന അവസരത്തിൽ A.A. റഹീമിനെ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ റഹീമിനെ വർക്കലയിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ആ സീറ്റും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ CPMനുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇതുപോലുള്ള യുവതുർക്കികളെയും പടക്കുതിരകളെയും രംഗത്തിറക്കിക്കൊണ്ട് വലിയ പരിക്കൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. ഏതായാലും സുജാതയും A.A. റഹീമും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.